ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ പോയിന്റ് ഓൺ എക്സ് ആക്സിസ് വിച്ച് ഈസ് ഇക്വിഡിസ്റ്റൻറ്റ് ഫ്രം 2, -5 ആൻഡ് -2, 9. ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. ആദ്യം തന്നെ അറിയേണ്ട കാര്യം എക്സ് ആക്സിസിലുള്ള ഒരു പോയിൻറ്റിൻ്റെ പ്രത്യേകത എന്താണ്. ആദ്യം അതൊന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ പ്രോബ്ലം എക്സ്പ്ലെയിൻ ചെയ്യാം. പഠിച്ചിട്ടുള്ളതാണ്, കോർഡിനേറ്റ് ജോമെട്രിയിൽ പഠിച്ചിട്ടുള്ളതാണ്. എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഇത് ഒറിജിനാണ്. എക്സ് ആക്സിലുള്ള പോയിൻറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? എക്സ് ആക്സിലുള്ള പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് എഴുതുമ്പോൾ അവിടെ വൈ കോർഡിനേറ്റുകളെല്ലാം 0 ശ്രദ്ധിച്ചിട്ടുണ്ടോ? 1 0 2 0 3 0 4 0 അങ്ങനെ പോവും. എക്സ് ആക്സിസിലുള്ള പോയിൻറ്റിന് വൈ കോർഡിനേറ്റ് 0. എക്സ് ആക്സിസിലുള്ള പോയിൻറ്റിന് എക്സ് കോർഡിനേറ്റ് മാത്രമേ ഉള്ളൂ. അങ്ങനെ പഠിച്ചാലും മതി. എക്സ് ആക്സിസിലുള്ള ഏതൊരു പോയിൻറ്റിനും എക്സ് വാല്യൂ മാത്രമേ ഉള്ളൂ, വൈ വാല്യൂ ഇല്ല. അഥവാ വൈ വാല്യൂ 0. അത് അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. എക്സ് ആക്സിസിലുള്ള പോയിൻറ്റിന് എക്സ് വാല്യൂ ഉള്ളൂ. ഓക്കെ. ഇനി വൈ ആക്സിസിലുള്ള ഏതൊരു പോയിൻ്റ് എടുത്താലും അതിന് എന്താണ്, വൈ വാല്യൂ മാത്രമേ വരുള്ളൂ. ലൈക്ക് 01, 02, 03 എക്സെട്ര. ഇതെല്ലാം വൈ ആക്സിസിലുള്ള പോയിൻ്റുകളാണ്. അപ്പോൾ വൈ ആക്സിസിലുള്ള പോയിൻറ്റിന് വൈ വാല്യൂ മാത്രമേ ഉള്ളൂ. കണ്ടില്ലേ? എക്സ് വാല്യൂ ഇല്ല. ഓക്കെ. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇത് ഞാൻ റഫായിട്ട് വരയ്ക്കുന്നതാണ് കേട്ടോ. 2 -5 -2 9 അങ്ങനെ 2 പോയിൻ്റ് ഉണ്ട്. ഇത് ഞാൻ വെറുതെ റഫായിട്ട് വരയ്ക്കുന്നതാണ്. ഏതൊക്കെയാണ് പോയിൻ്റ്? എ എന്ന് പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ട്, 2, -5. പിന്നെന്താണ് വേറൊരു പോയിൻ്റ്? ബി എന്ന് പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ട്, -2, -9. എക്സ് ആക്സിസിലുള്ളൊരു പോയിൻ്റ് പി എന്ന് പറഞ്ഞ പോയിൻ്റ് എക്സ് ആക്സിസിലുള്ള പോയിൻ്റാണ്. ഈ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വിഡിസ്റ്റൻറ്റ് ഫ്രം എ ആൻഡ് ബി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പി എന്ന് പറഞ്ഞ പോയിൻ്റ് എന്താണ്? ഇക്വിഡിസ്റ്റൻറ്റ് ഫ്രം എ ആൻഡ് ബി. അതായത് പി എന്ന് എയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്താണോ അത് തന്നെയാണ് പി എന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ്. പി എന്ന് പറഞ്ഞ പോയിൻ്റ് ഇക്വിഡിസ്റ്റൻറ്റ് ഫ്രം എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ പി എന്ന് എയിലേക്കുള്ള ഡിസ്റ്റൻസ് തന്നെയാണ് പി എന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ്. ആ പി എന്ന് പറഞ്ഞ പോയിൻ്റ് എക്സ് ആക്സിസിലുള്ള ഒരു പോയിൻ്റാണ്. ഫൈൻഡ് ദ പോയിൻ്റ് ഓൺ എക്സ് ആക്സിസ് എന്നാണ്, ഇക്വിഡിസ്റ്റൻറ്റ് ഫ്രം എ ആൻഡ് ബി. അപ്പോൾ പി എക്സ് ആക്സിലുള്ള പോയിൻ്റ് ആയതുകൊണ്ട് പിയുടെ കോർഡിനേറ്റ്സ് എഴുതുമ്പോൾ എക്സ് വാല്യൂ മാത്രം മതി. എക്സ് ആക്സിസിലുള്ള പോയിൻറ്റിന് എക്സ് വാല്യൂ മാത്രമേ ഉള്ളൂ, വൈ വാല്യൂ ഇല്ല. അഥവാ വൈ വാല്യൂ 0. അപ്പോൾ x, 0 നമുക്ക് വേണ്ട പോയിൻ്റ്. എക്സ് ആക്സിസിലുള്ള പോയിൻ്റ് ആണെന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ x, 0 എന്ന് എടുത്തത്. എ പി പി ബി ആണെങ്കിൽ ആ എക്സ് എന്താണെന്ന് അറിഞ്ഞാൽ മതി അല്ലേ? അപ്പോൾ ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് എ പി ഈക്വൽ ടു പി ബി. എ പി പി ബി ആണ്. എ പി എന്താണെന്നൊന്ന് പറയാമോ? എ പി ഡിസ്റ്റൻസ് ഫോർമുല അല്ലേ? ഫോർമുല എഴുതേണ്ട ആവശ്യമില്ലല്ലോ. എ പി കാണാനായിട്ട് √(x2 - x1 square + y2 - y1 square). അപ്പോൾ എ പി എഴുതുമ്പോൾ x2 - x1 എന്ന് പറഞ്ഞാൽ x - 2 സ്ക്വയർ വരും. x - 2 സ്ക്വയർ പ്ലസ് y2 - y1 ആണെന്നുണ്ടെങ്കിൽ 0 - -5. 0 -5 സ്ക്വയർ. ക്ലിയർ ആയല്ലോ? ഇതാണ് എ പി. എ പി പി ബി അല്ലേ? അല്ലെങ്കിൽ ബി പി എന്നോ ബി പി എന്നോ എങ്ങനെ വേണമെങ്കിലും പറയാം. അപ്പോൾ പി ബി കാണണമെങ്കിൽ x2 - x1 സ്ക്വയർ. x2 - x1 എന്നോ x1 - x2 എന്നോ എഴുതാം, അത് കുഴപ്പമില്ല, അതേതായാലും കുഴപ്പമില്ല. അപ്പോൾ പി ബി എന്ന് പറയുമ്പോൾ ഇത് മൈനസ് ഇത് ചെയ്താലും അല്ലെങ്കിൽ ദിസ് വൺ മൈനസ് ദിസ് വൺ ചെയ്താലും ഒരു കുഴപ്പമില്ല. അപ്പോൾ ദിസ് പോയിന്റ് മൈനസ് ദിസ് പോയിന്റ്. അപ്പോൾ x2 - x1 ചെയ്ത് കഴിഞ്ഞാൽ x -(-2) സ്ക്വയർ. x -(-2) സ്ക്വയർ പ്ലസ് y2 - y1 ചെയ്യുമ്പോൾ
0 മൈനസ് 9 സ്ക്വയർ. ഇങ്ങനെ വരും. രണ്ട് സൈഡിൽ സ്ക്വയർ ചെയ്യുക, റൂട്ട് പോവും. ആ സ്റ്റെപ്പ് എഴുതേണ്ട ആവശ്യമില്ലല്ലോ. രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ റൂട്ട് പോവും. റൂട്ടിനി എഴുതുന്നില്ല. അതിനുശേഷം ഇത് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുമല്ലോ. എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യാം. എ മൈനസ് ബി ഹോൾ സ്ക്വയർ പോലെയാണത്. എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണല്ലോ, അല്ലേ? ശരിയല്ലേ? അപ്പോൾ എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്താൽ ഇങ്ങനെ വരില്ലേ നോക്കി. എ സ്ക്വയർ എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 2ab. 2ab എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു എക്സ് ഇൻറ്റു 2. 2 ഇൻറ്റു എക്സ് ഇൻറ്റു 2 4x പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ 4 പ്ലസ് ഇവിടെ മൈനസ് ഓഫ് മൈനസ് 5 പ്ലസ് 5 ആണ്. 5 സ്ക്വയർ ഉണ്ട് 25. റൈറ്റ് സൈഡിൽ എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ അല്ലേ? ഇവിടെ മൈനസ് ഓഫ് മൈനസിനെ ഞാൻ പ്ലസ് എന്നാക്കിക്കോട്ടെ. ഈ ഒരു സ്റ്റെപ്പിൽ തന്നെ കാണുന്നുണ്ടോ? മൈനസ് ഓഫ് മൈനസിനെ നമുക്ക് ഇവിടെ നേരിട്ട് അങ്ങോട്ട് പ്ലസ് ആക്കിയാലോ. അപ്പോൾ ഇത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ആണ്. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ അല്ലേ? എക്സ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു 2 പ്ലസ് 2 സ്ക്വയർ. ഇവിടെ മൈനസ് 9ൻ്റെ സ്ക്വയർ 81 ആണ്. രണ്ട് സൈഡിൽ നമുക്ക് ആരെങ്കിലും ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റുമോ? രണ്ട് സൈഡിലും എക്സ് സ്ക്വയറും വെട്ടിപ്പോയി. ഇനിയുണ്ട് 4ഉം 4ഉം വെട്ടിപ്പോയി. രണ്ട് സൈഡിൽ സെയിം ആയിട്ട് വരുന്ന ആൾക്കാർ വെട്ടിക്കളയാം. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ മൈനസ് 4x പ്ലസ് 25ഉം റൈറ്റ് സൈഡിൽ 4x പ്ലസ് 81 ആണുള്ളത്. അറേഞ്ച് ചെയ്യുമ്പോൾ ഈ 4x ലെഫ്റ്റിലോട്ട് എടുക്കാം. മൈനസ് 4x മൈനസ് 4x. ഈ 25ഓ നമുക്ക് റൈറ്റ് സൈഡിലോട്ട് എടുക്കാം. 81 മൈനസ് 25 മൈനസ് 8x ഈക്വൽ ടു 81 മൈനസ് 25 ചെയ്താൽ എന്ത് വരും? 56 അല്ലേ നോക്കി. ശരിയല്ലേ? 56. അതെ. അപ്പോൾ എക്സ് ഈക്വൽ ടു 56 ബൈ മൈനസ് 8 മൈനസ് 7 വരും. ശരിയല്ലേ? അപ്പോൾ പി എന്ന് പറഞ്ഞ പോയിൻ്റ് എക്സ് കോമ 0 എന്നല്ലേ നമ്മൾ അസ്യൂം ചെയ്തത്? എക്സ് കോമ 0. അപ്പോൾ -7, 0 ആണ് ആൻസർ വരുന്നത്.